Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss a problem relating to stock and debtor system. The first problem of stock and debtor system. Today's question is this. Brothers Agencies Kallur has a branch at Pattanapuram, and in order to maintain strict control on branch stock, invoices goods to the branch at a selling price which is made at a profit of 20% on costs. From the following particulars, prepare necessary accounts under stock and debtor system. Items. First one, stock at branch at the beginning, rupees 30,000. Debtors at branch at the beginning, rupees 12,000. Goods sent to branch during the year, 3,15,000. Returned by branch to head office, rupees 15,000. Cash sales, 1,20,000 rupees. Total sales, 2,37,000 rupees. Receipt from debtors, 88,000. Discount and allowances to debtors, rupees 2,000. Returns by debtors to branch, rupees 6,000. Remittance to branch for expenses, rupees 20,000. Stock at branch on closing date, rupees 96,000. Expenses outstanding on the closing date, 2,000. Here there are 6 important ledgers are open. First ledger is or first account is branch stock account. First account is branch stock account. നമുക്കറിയാം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അത് ഏതൊരു അക്കൗണ്ടിനെ പോലെയും ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇത് സ്റ്റോക്കിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസാണ് ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ചിൽ നിന്ന് എത്ര സ്റ്റോക്ക് ബ്രാഞ്ചിൽ നിന്ന് വിറ്റു, എത്ര സ്റ്റോക്ക് ബ്രാഞ്ചിലേക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ബാലൻസിങ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ എന്ത് എഴുതാം, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നു. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയതിനു ശേഷം എമൗണ്ട് 30,000. ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 30,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന് കിട്ടിയ, അതായത് നമ്മുടെ സ്പെസിഫിക് ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബ്രാഞ്ച് ഉണ്ടാവും. അപ്പൊ ആ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബ്രാഞ്ചിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത് കൊടുത്ത ഗുഡ്സ് എന്ന് പറയുന്നത് വാല്യൂ 3,15,000 റുപ്പീസിന്റെ സ്റ്റോക്കാണ്. 3,15,000 റുപ്പീസിന്റെ സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫിസിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഇതിപ്പോ കസ്റ്റമർ റിട്ടേൺ ചെയ്തതാണ്, അതായത് ബ്രാഞ്ച് വിറ്റ് സ്റ്റോക്ക് റിട്ടേൺ ചെയ്തതാണ്. അപ്പൊ ആ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് കൂടുകയോ കുറയോ എന്ന് മാത്രം ചിന്തിക്കാം. അപ്പം ബ്രാഞ്ച് വിറ്റ സ്റ്റോക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് കൂടും അല്ലെ. സ്റ്റോക്ക് കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും സ്റ്റോക്ക് കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കാം. ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് കൂടുന്നതെല്ലാം, സ്റ്റോക്കിന്റെ വാല്യൂ കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും സ്റ്റോക്കിന്റെ വാല്യൂ കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കാം. ഓക്കെ, അപ്പം നോക്കാം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ദാറ്റ് മീൻസ് റിട്ടേൺ ബൈ കസ്റ്റമർ ആണ്. കസ്റ്റമർ റിട്ടേൺ ചെയ്തത് 6,000 യൂണിറ്റിന്റെ സ്റ്റോക്ക്, അത് ഇത്രയും നമ്മളിവിടെ എഴുതി. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ദാറ്റ് മീൻസ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ആണ്. ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ആണ്. ബ്രാഞ്ച് റിട്ടേൺ ചെയ്തത്, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തത് 15,000ന്റെ ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ബ്രാഞ്ച് മറ്റേതെങ്കിലും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്താൽ എവിടെ എഴുതുക, നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതുക. ഇനി വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കിട്ടിയാൽ എവിടെ എഴുതും, ഡെബിറ്റ് സൈഡിലേക്ക്. അത്രേ ഉള്ളൂ. ദെൻ ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് 1,20,000 റുപ്പീസിന്റെ സെയിൽസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, ക്യാഷ് സെയിൽസ് ആണ്. ബൈ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ എഴുതുന്നു. ക്യാഷ് സെയിൽസ് 1,20,000 റുപ്പീസ്. ദെൻ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് നല്ല നമ്മൾ എഴുതേണ്ടത് സൺട്രി ഡെറ്റേഴ്സ് എന്നാണ്. ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് കാണിക്കുക. അപ്പൊ ബൈ സൺട്രി ഡെറ്റേഴ്സ് 1,17,000 റുപ്പീസ്. 1,17,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സിന്റെ ഫിസിക്കൽ മൂവ്മെന്റിൽ നമ്മൾ ഒരിക്കലും കളക്ഷൻ ഫ്രം കസ്റ്റമർ ഒന്നും അല്ല എഴുതുന്നത്. എത്ര രൂപയുടെ സെയിൽസ് നടന്നു, എത്ര യൂണിറ്റ് വിറ്റു, എത്ര രൂപയുടെ സെയിൽസ് നടന്നു, അത് ക്യാഷ് എത്ര, ക്രെഡിറ്റ് എത്ര. ഓക്കെ, എത്രയാണ് കാണിക്കുന്നത്. ദെൻ ഇനി ഉള്ളതെന്ന് പറയുന്നത് ബ്രാഞ്ച് ക്യാരിഡ് ഔട്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് ക്യാരിഡ് ഔട്ട് ദാറ്റ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് ആണ് 96,000. ഈ രണ്ട് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത ഫിഗർ ആണ്. അപ്പൊ നോക്കാം, ഇവിടെ 30,000 എഴുതി, 3,50,000, 6,000, ഇവിടെ 15,000, 1,20,000, 1,17,000, 96,000. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിൽ എഴുതാനുള്ള നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫിഗർ എന്ന് പറയുന്നത് ഇത്രയായിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പം
ഡിഫറൻസ് വരുവാണെങ്കിൽ ആ ഡിഫറൻസ് ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് 3000 റുപ്പീസ് ആണ് ഡിഫറൻസ് കിട്ടിയത്. ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 3000 ആണ്. ഒന്നുകിൽ അത് ഷോർട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കാം. ഇവിടെ ആണെങ്കിൽ അത് ഷോർട്ടേജ് ആയിരിക്കാം, ഇവിടെ ആണെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് ഇതുപോലെ ബാലൻസ് ഫിഗർ വരുന്നതെങ്കിൽ അത് നമ്മൾ എന്തെന്ന് എഴുതും? സർപ്ലസ് എന്ന് എഴുതും. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അത് എന്തായിട്ട് കാണിക്കാം? ഷോർട്ടേജ് ആയിട്ട് കാണിക്കാം. സപ്പോസ് ഇപ്പൊ 3000 റുപ്പീസ് ആണ് നമുക്കിവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. നമ്മളത് ഷോർട്ടേജ് ആണോ സർപ്ലസ് ആണോ എന്നൊന്നും തിങ്ക് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. പ്രോബ്ലം ചെയ്യുമ്പം കിട്ടുന്ന ഫിഗറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? അതിന്റെ കോസ്റ്റ് പോർഷനും അതിന്റെ ലോഡിംഗ് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ഫിഗറിനെ ലോഡഡ് പ്രൈസ് എത്ര ഉണ്ട്, ആ കിട്ടിയ ഫിഗറിൽ എത്ര രൂപ ലോഡഡ് പ്രൈസ് ഉണ്ട്, എത്ര രൂപ കോസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ ഡിഫറൻസ് കിട്ടിയത് 3000 റുപ്പീസ് ആണ്. ഈ 3000 റുപ്പീസിന്റെ നമ്മുടെ ലോഡഡ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 20% ഓൺ കോസ്റ്റ് എന്നാണ്. 20% ഓൺ കോസ്റ്റ് ആണ്. 20% ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1/5 കോസ്റ്റ് ആണെങ്കിൽ എത്ര ആയിരിക്കും? 1/6 ആയിരിക്കും ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. 1/6 കോസ്റ്റ് പ്രൈസിന്റെ ആണെങ്കിൽ 1/5 കോസ്റ്റ് പ്രൈസിന്റെ ആണെങ്കിൽ എന്റെ ഡിനോമിനേറ്ററിലൂടെ ഒന്ന് കൂട്ടുക, ഈസി വേ. 1/6 ആയിരിക്കും ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ ഇതിന്റെ 1/6 കണ്ടുപിടിക്കുന്നു. അപ്പൊ എത്ര കിട്ടും? 500 റുപ്പീസ്. ഈ 500 റുപ്പീസ് ആണ് ഈ 3000-ലുള്ള ലോഡഡ് പ്രൈസ്. അപ്പം ആ 500-നെ ലോഡിംഗ് മാത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അത് ഗുഡ്സ് സെൻഡ് ചെയ്തതിന്റെയും റിട്ടേൺ ചെയ്തതിന്റെയും ഒക്കെ ലോഡഡ് പ്രൈസ് മാത്രം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പൊ ആ 500 രൂപ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്കും. ബാലൻസ് പോർഷൻ അപ്പൊ 3000-ല് 500 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 2500. ഇതാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എമൗണ്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് എങ്ങോട്ടേക്ക്? മറ്റേ ഷോർട്ടേജ് ആണ്, നഷ്ടം ഉണ്ടായതാണ്. ആ നഷ്ടം നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇത് ഒരുമിച്ച് നമ്മൾ ഒറ്റ ഫിഗറാണ് കിട്ടുക. 3000 എന്ന് പറയുന്ന ഒരൊറ്റ ഫിഗറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഫിഗറിനെ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഈ 3000-നെയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ലോഡഡ് പോർഷൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്കും ബാലൻസ് പോർഷൻ ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്കും കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ആണെങ്കിൽ അതുപോലെ തന്നെ കാണിക്കാം. ബ്രാഞ്ച് P&L, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. Second important ledger is branch debtors account. First one branch stock account, second one branch debtors account. Okay. Opening debtors 12,000, closing debtors 33,000. ഇത് നമ്മൾ കണ്ടുപിടിച്ച ഫിഗർ ആണ്. ഓക്കെ. അവിടെ നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ആണ് 12,000. Then branch stock, അതായത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സെയിൽസിന് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് 1,17,000. Then ക്യാഷ് പിന്നെ കളക്ഷൻ ഫ്രോം കസ്റ്റമർ ആണ്. ഡെറ്റേഴ്സിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്തത് 88,000. ദെൻ ഡിസ്കൗണ്ട്, ബാഡ് ഡേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഡിസ്കൗണ്ട് അലൗഡ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അലവൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത എക്സ്പെൻസസ് ആണ് ബ്രാഞ്ച് എക്സ്പെൻസസ് 2,000. ഓക്കെ. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് അലൗഡ് ഫോർ ഡെറ്റേഴ്സ് ആണ് 2,000. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് റിട്ടേൺ ചെയ്തതാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ 2 ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ റിട്ടേൺ എഴുതി 6,000 റുപ്പീസ്. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ടോട്ടൽ 1,29,000 ആണ് ടോട്ടൽ ഫിഗർ. അതിൽ നിന്ന് നമ്മൾ ഈ ഫിഗർ കുറച്ചപ്പോഴത്തേന് എത്ര കിട്ടി? 33,000 ആണ് കിട്ടിയത്. 33,000 ആണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് ക്ലോസിംഗ് ബാലൻസ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 33,000 റുപ്പീസ് കിട്ടും. തേർഡ് ഇമ്പോർട്ടന്റ് അക്കൗണ്ട് ഈസ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ടോട്ടൽ ഓഫ് ബ്രാഞ്ച് എക്സ്പെൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടോട്ടൽ ബ്രാഞ്ച് എക്സ്പെൻസസ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. നോക്കാം. ടു ബാങ്ക് ടോട്ടൽ എക്സ്പെൻസസ് മെറ്റ് ഫോർ ദിസ് ബ്രാഞ്ച് ആണ് 20,000 റുപ്പീസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ റെമിറ്റൻസ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ആണ് 20,000 റുപ്പീസ്. ദെൻ ഡെറ്റേഴ്സിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ടും മറ്റ് അലവൻസസിനും ഒക്കെ വേണ്ടിയിട്ട് അലോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 2,000. അത് ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ എഴുതിയ എമൗണ്ട് ആണ് 2,000. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ് 2,000. അങ്ങനെ ടോട്ടൽ 20,000, 2,000 ആൻഡ് 2,000 24,000 ആണ്. അപ്പം ഇത് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ടോട്ടൽ ഫിഗർ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ ഫിഗർ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫിഗർ തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഫോർത്ത് ഇമ്പോർട്ടന്റ് ലെഡ്ജർ ആണ്. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത 4ാമത്തെ ലെഡ്ജർ ആണ്. ഏതെന്ന് പറയുക? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്.
third one branch expense account, then fourth one branch adjustment account. Okay, അപ്പോൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമുക്കറിയാം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതുന്ന മെയിൻ ഐറ്റത്തിന്റെയാണ് നമ്മൾ ഇപ്പത്തോട്ട് എഴുതുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് സ്റ്റോക്കിലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിന്റെ ലോഡിങ് എപ്പോഴും ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അതിന്റെ ലോഡിങ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിന്റെ രണ്ടിന്റെ ലോഡിങ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ ഗുഡ്സ് റിട്ടേണിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും പിന്നെ ലോഡിങ് എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 × 1/6. അപ്പൊ എത്ര കിട്ടും? 5,000 rupees ആണ് ലോഡിംഗ് എന്ന് പറയാം. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമുക്കറിയാം 3,15,000 rupees ആണ്. 3,15,000 rupees ആണ് ഗുഡ്സ് സെൻഡ് ചെയ്തത്. അതിന് 15,000 rupees നമ്മൾ റിട്ടേൺ ചെയ്തു. അതുകൊണ്ട് നമ്മൾ അത് റിട്ടേൺ ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് 3 lakh എടുക്കുന്നു. 3 lakh × 1/6 എടുത്ത് 50,000 എഴുതി. അങ്ങനെ വരുമ്പോൾ റിട്ടേണിന്റെ പിന്നെ ഇപ്പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. അതിന് എളുപ്പവഴിക്കാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ 3,15,000 ഇവിടെയും കാണിക്കാം, 15,000 ലോഡിംഗ് ഇവിടെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കാണിക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് വരുമ്പോഴത്തേന് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ 96,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 96,000 × 1/6 ആണ്. 16,000 rupees ആണ്. എന്തെന്ന് പറയുക? ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് എന്ന് പറയാം. ദെൻ ഈ 500 rupees എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ആണ്. അതിന് എന്താണ് ലോഡഡ് പോർഷൻ, ലോഡിംഗ് പോർഷൻ മാത്രമാണ് 500. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എടുത്തു. അവിടെ ഹെഡിങ് അവിടുത്തെ എൻട്രി എന്തായിരുന്നു? ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്താണ് സ്റ്റോക്ക് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ത് എഴുതണം? ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് 500 എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസ് നമ്മൾ എഴുതി കഴിഞ്ഞ് ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ടോട്ടൽ 55,000 ആണ് ഹയർ എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 55,000 ആണ്. രണ്ട് സൈഡിൽ എഴുതി ഡിഫറൻസ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ അല്ലേ? ഹിയർ ദ ലാസ്റ്റ് അക്കൗണ്ട് ഈസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് 38,500. ഓക്കെ, ഇത് ബ്രാഞ്ച് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് 38,500 എഴുതിയിരിക്കുന്നത്. നമ്മൾ അത് വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതി. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതിയിട്ട് ഇതെന്ന് പറയുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് 2,500 നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ 500 അഡ്ജസ്റ്റ്മെന്റിലേക്കും 2,500 ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്ക് മാറ്റി. ആ ബ്രാഞ്ച് P&L അക്കൗണ്ട് ആണ്. ആ 2,500 ആണ് നമ്മളോട് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് 2,500. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ടോട്ടൽ 24,000. P&L എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് എഴുതുന്നു 24,000. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു 38,500 ആണ് ഹയർ എമൗണ്ട്. അപ്പോൾ 12,000 rupees ആണ് അക്കൗണ്ട് ബാലൻസ് കിട്ടിയിരിക്കുന്നത്. ഇത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, 5 ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ബ്രാഞ്ച് സ്റ്റോക്ക്, രണ്ടാമത്തെ ബ്രാഞ്ച് ഡെറ്റേഴ്സ്, മൂന്നാമത്തെ ബ്രാഞ്ച് എക്സ്പെൻസസ്, നാലാമത്തെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ലാസ്റ്റ് branch profit and loss account. Okay, dear students, watch the videos carefully and try to work out these problems. Okay.